ഒരു കൊലപാതകം അന്വേഷിച്ചു പോകുന്ന പോലീസുകാരന്റെ കഥയാണ് ഉയർ. കയ്യിലെ ടാറ്റു ഉള്ള ഒരു സ്ത്രീ ഒരു കിണറ്റിൽ മരിച്ചു കിടക്കുന്നു. അപ്പൊ അത് അന്വേഷിക്കാൻ പോലീസുകാരെത്തുന്നു. അപ്പൊ ഇവർ വിചാരിക്കുന്നത് ഇത് ആത്മഹത്യയാണെന്ന്. അങ്ങനെ അന്വേഷണം തുടങ്ങുന്നു. ആ ടാറ്റു രാജു എന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രാജുവിനെ കണ്ടുപിടിക്കുന്നു. അപ്പൊ രാജു പറഞ്ഞു, അയ്യോ എന്റെ ഭാര്യയാണിത്, അവൾ ആത്മഹത്യ ചെയ്തായിരിക്കും, അവൾ അവളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയതാണ്, ഞാനും എന്റെ പിള്ളേരും കൂടെ കന്നഡ ദേശത്തേക്കും പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കാറി പൊളിച്ചു. അപ്പൊ പോലീസുകാർ ഇത് വിശ്വസിച്ചു. പിറ്റേന്ന് പത്രത്തിൽ പരസ്യം കണ്ട് വേറെ കുറച്ച് പേര് വരുവാണ്. അവര് പറയാണ്, ഞങ്ങൾ രാജുവിന്റെ കുടുംബക്കാരാണ്, ഈ മരിച്ചത് ശോഭയാണ്. പോലീസുകാര് രാജുവിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇത് രാജു അല്ല, ഇതാണ് ശരിക്കും ശോഭയുടെ കാമുകൻ, ഈ കാമുകന്റെ കൂടെയാണ് ശോഭ ഒളിച്ചോടി പോയതെന്ന് പറയും. അങ്ങനെ പോലീസ് പിന്നെയും പോയി രാജു എന്ന് പറഞ്ഞവരെ പറ്റിച്ച ഭുവനെ കണ്ടുപിടിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ശോഭയും ഈ ഭുവനും കൂടെ ആദ്യം ഒറിജിനൽ രാജുവിനെ കൊന്നിരുന്നു. പിന്നെയാണ് അവർ ഒളിച്ചോടി വന്നത്. അതിനുശേഷമാണ് ഇവര് തമ്മിൽ വഴക്കുണ്ടായപ്പോഴാണ് ഈ ഭുവൻ ശോഭനെ കൊന്നത്. ഒറിജിനൽ സ്റ്റോറി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഭുവനോട് ചോദിച്ചപ്പോൾ ശോഭയുടെ മക്കൾ എന്തിയെ? ഭുവൻ ആദ്യം ഒന്ന് പരിങ്ങി കളിച്ചെങ്കിൽ പിന്നെ പറഞ്ഞു പിള്ളേരെ ഇവൻ ട്രെയിൻ കയറ്റി മഹാരാഷ്ട്രയിലേക്കുള്ള ഏതോ ട്രെയിനിൽ കയറ്റി വിട്ടു. ഈ കേസ് അന്വേഷിക്കുന്ന SI അജീബിന്റെ അനിയത്തി വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. ആ ട്രോമയായിട്ട് ജീവിക്കുന്ന അയാൾക്ക് ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും ട്രോമ കുറച്ചും കൂടെ കൂടി. കുട്ടികളെ അന്വേഷിച്ച് മുംബൈയിലെത്തുന്ന കേരള പോലീസിന്റെ സംഘം കാണുന്നത് ചേരികളിലെ പിള്ളേരെ വിൽക്കുന്നവരും അവരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നവര്, അവരെ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നവരെയൊക്കെയാണ്. അങ്ങനെ എന്തായാലും മുംബൈ പോലീസിന്റെ സഹായത്തോടുകൂടി അവർ ഈ പിള്ളേരെ കണ്ടെത്തി അങ്ങനെ അവരെ കേരളത്തിലേക്ക് എത്തിക്കുന്നു. കേരളത്തിൽ നടന്നിട്ട് റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മൂവി. അന്വേഷണത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവരെ വളർത്തുന്നു. M. പത്മകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റോഷൻ മാത്യു ആണ് നായകനായെത്തുന്നത്. പോലീസുകാരനായിട്ട് റോഷൻ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ എത്രയോ കുട്ടികളെയാണ് കാണാതെ പോകുന്നത്, അവരെവിടെ എത്തുന്നു, അവർക്ക് എന്ത് പറ്റുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. ഒരു നല്ലൊരു സോഷ്യൽ അവയർനെസ് ഈ മൂവി നൽകുന്നുണ്ട്. നിലവിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇത് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഈ വീക്കെൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.